ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് പേരാമ്പ്ര പ്രദേശത്തുകാരുടെ തിരുവോണം പരിഭ്രാന്തിയുടേതും ആശങ്കയുടേതുമായി മാറി. പൈതോത്ത് പള്ളിത്താഴെ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ നാട്ടുകാർ കാട്ടാനയെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് പെരുവണ്ണാമൊഴിയിൽ നിന്ന് വനപാലകരും പേരാമ്പ്ര പോലീസും സ്ഥലത്തെത്തി. പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലായി. ചാത്തോത്ത് താഴെയിലാണ് മോഴയാന എത്തിയത്. ആനയെ തുരത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ പ്രദേശവാസികളാണ് കാട്ടാനയെ കണ്ടത്. പുലർച്ചെ 2 മണിയോടെ പന്തിരിക്കര ഭാഗത്തും 5 മണിയോടെ പേരാമ്പ്ര പൈത്തോത്ത് പള്ളിത്താഴെ ഭാഗത്തുമാണ് കാട്ടാനയെ കണ്ടത്. പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് പള്ളിത്താഴ ഭാഗത്ത് ആദ്യം ആനയെ കണ്ടത്. വീട്ടുമുറ്റത്തെത്തിയ ആന ജനങ്ങൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഇവിടെ നിന്ന് പിന്മാറുകയായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ നിന്നുള്ള എലിഫന്റ് സ്ക്വാഡ് പേരാമ്പ്രയിലെത്തി. ആന നിലവിൽ പന്തിരിക്കരയിലെ വയലിലും കൃഷിയിടങ്ങളിലുമായി തുടരുകയാണ്. വിവരമറിഞ്ഞ് ജനങ്ങൾ മേഖലയിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. പെരുവണ്ണാമൊഴി ഭാഗത്തുള്ള വനമേഖലയിൽ നിന്നാണ് ആന ഇറങ്ങിയതെന്നാണ് കരുതുന്നത്. ഇത്രയും ദൂരത്തെത്തിയ ആനയെ എങ്ങനെ തിരിച്ചു കാട്ടിലേക്ക് അയക്കും എന്ന ആശങ്കയിലാണ് അധികൃതർ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനം വകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആന കാട്ടിലേക്ക് കയറുമെന്ന കണക്കുകൂട്ടലിലാണ് വനപാലകർ. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമുണ്ടായാൽ മാത്രമേ മയക്കുവെടി വെക്കേണ്ട കാര്യമുള്ളൂവെന്നാണ് വിലയിരുത്തൽ. പെരുവണ്ണാമൊഴി കാടുകളിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ് നിലവിൽ ആന നിലകൊള്ളുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര.